ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ചേലക്കര 19-ാം വാർഡ് CDSന്റെ 20-ാം വാർഷികം തോന്നൂർക്കര AUP സ്കൂളിൽ വെച്ച് ആഘോഷിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് CDSന്റെ 20-ാം വാർഷികാഘോഷം തോന്നൂർക്കര AUP സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലെ റിസർച്ച് അസിസ്റ്റന്റ് കോർഡിനേറ്റർ സുകന്യ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ആദ്യം തന്നെ ഇനി എനിക്ക് സംസാരിക്കാനുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പം ഇന്നത്തെ ADS വാർഷിക റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ അവതരിപ്പിച്ച റിപ്പോർട്ടിൻ്റെ ഒരു പ്രശസ്തി അല്ലെങ്കിൽ ആ നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ, ഞാൻ ജില്ലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുടുംബശ്രീ തലത്തിൽ പ്രാദേശികവൽക്കരണത്തിൻ്റെ ഭാഗമായി ഓരോ കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവരും ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു കൊടുക്കലാണ് ഞങ്ങളുടെ പണി. അപ്പോൾ ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ള എല്ലാ പരിപാടികളുടെയും, ധർമ്മസേനയുടെ ആയിക്കോട്ടെ, വയോജനങ്ങളുടെ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇപ്പോൾ വിജ്ഞാന കേരളത്തിൻ്റെ പ്രോഗ്രാം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പ്രോഗ്രാം ആയിക്കോട്ടെ, ഈ പറയുന്ന ഓരോ പ്രവർത്തനത്തിലും ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് മാസ്റ്റർ ട്രെയിനേഴ്സിന് പഠിപ്പിച്ചു കൊടുത്ത് കിലയിൽ നിന്നും പറഞ്ഞു വിടുന്ന ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയമേഖലയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏത് വിഷയം പറയുകയാണെങ്കിലും നമ്മൾ ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വളരെയധികം സന്തോഷമുണ്ട്. ADSന്റെ ഭാഗത്തു നിന്ന് വാർഡിൽ ഇത്രയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൽ. കൂടുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, എല്ലാ പ്രവർത്തനങ്ങളിലും വാർഡിൽ നിന്നുള്ള പ്രാതിനിധ്യം കണ്ടിരുന്നു എന്നുള്ളതാണ് പ്രവർത്തന റിപ്പോർട്ട് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിന് എല്ലാ മെമ്പർമാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കാണ്. കൈയടിച്ചു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കൈയടിക്കണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പല വേദികളിലും പോയി സംസാരിക്കുമ്പോൾ ക്ലാസ് എടുക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു പ്രസംഗിക്കുന്ന സമയത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ ഫീഡ്ബാക്കും കൂടെ ഒപ്പം എടുത്തുകൊണ്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CDS ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ വിശിഷ്ടാതിഥിയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ KK, വാർഡ് മെമ്പർ നിർമ്മല എന്നിവർ ആശംസകൾ അറിയിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെ ആദരിച്ചു. പോൾ വോൾട്ടിൽ ജില്ലാതലത്തിൽ 1-ാം സ്ഥാനം നേടിയ SMT സ്കൂളിലെ നന്ദന S മേനോൻ, വെള്ളി മെഡൽ നേടിയ വിജയ് ഗോപി എന്നിവരെയും ബാലസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ലക്ഷ്മി MP-യെയും ആദരിച്ചു. കൂടാതെ MK പത്മജിയുടെ മകനും MBBS ബിരുദം നേടിയ ഡോക്ടർ അജിത്ത്, ഏറ്റവും പ്രായം ചെന്ന കുടുംബശ്രീ അംഗം, ആശാ വർക്കർ എന്നിവരുൾപ്പെടെ നിരവധി പേരെ ആദരിച്ചു. നിരവധി കുടുംബശ്രീ അംഗങ്ങൾ വാർഷികാഘോഷത്തിൽ പങ്കെടുത്തു. നമ്മൾ ശാസ്ത്രം കേൾക്കുകയും അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പറയാൻ, നമ്മളത് ഇങ്ങനെ പോരല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഉൾപ്പെടുത്താനുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ എന്ന് കേട്ട് ചർച്ചയ്ക്ക് വന്ന് റിപ്പോർട്ട് വയ്ക്കുക. എന്തിനാ നമ്മളത് ചർച്ചയ്ക്ക് വന്ന് അതിൽ കുറവുകൾ അല്ലെങ്കിൽ പോരായ്മകൾ അല്ലെങ്കിൽ നല്ല രീതിയിലായിട്ടുണ്ട് എന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കി, എന്തെങ്കിലും ചോദിച്ച് അധ്യക്ഷൻ അതിന് ചോദിച്ച് അതിന് ശേഷമാണ് നമ്മൾ അതിനെ ഒരു കൈയടിച്ചിട്ട് അതിനെ അംഗീകരിക്കുക. അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടിലും ഇതിലൊക്കെ വളരെ വ്യക്തമായി, അതായത് സംരംഭങ്ങളാണെങ്കിലും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കുടുംബശ്രീയുടെ യൂണിറ്റുകളാണെന്നുണ്ടെങ്കിലും 20 ഓൺഗോയിങ് യൂണിറ്റുകൾ 20 എണ്ണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കുടുംബശ്രീനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളുടെ എനിക്ക് ഒന്നാമത്തെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനും അറിയില്ല. രണ്ടാമത്തത് നമുക്കറിയാലേ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇന്ന് 20-ാമത്തെ വാർഷികമാണ് നമ്മുടെ ഈ 19-ാം വാർഡിന്റെ ഇന്നിവിടെ നടക്കുന്നത്. ഇനി 2 വാർഷികങ്ങൾ കൂടി കഴിഞ്ഞ് അടുത്ത ഈ വരുന്ന 25-ാം തീയതി നമ്മുടെ കുടുംബശ്രീയുടെ CDSന്റെ വാർഷികമാണ്. നമുക്കറിയാം, ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ഇതുവരത്തെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളും അത് വിലയിരുത്തുകയും അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് വരും സമയങ്ങളിൽ ആ പോരായ്മകൾ നികത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ വാർഷികങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. CCV ന്യൂസ്, ചേലക്കര.